आज कल से आज से ഇന്ന് ചെയ്യണ്ടേ ഇന്ന് ചെയ്തു പോവാ. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, ടുഡേ ഈസ് വിക്ടറി എന്നാണ്. അപ്പൊ ഇന്നാണ് വിക്ടറി. അപ്പൊ എന്തായാലും ചെയ്യണ്ടേ ഇന്ന് ചെയ്യണ്ടേ ചെയ്താൽ നടക്കണ്ടേ നടക്കും എന്നാണ് അതിൽ എഴുതി വെച്ച് പഠിക്കേണ്ടത്. യൂണിയൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ് ഇപ്പൊ നമ്മൾ നോർമലി ആലോചിക്കുക. എല്ലാം നടക്കണമെങ്കിൽ നമ്മളുടെ പർപ്പസും മിഷനൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതിനാണ് ഇത് ആരംഭിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വന്ന ഒരാൾ ഞാൻ മറ്റേ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ മെറ്റീരിയൽ വേൾഡിൽ അല്ലെങ്കിൽ ആളുകൾ 3D കാണാൻ ജീവിക്കാൻ ഒരു ഡിവൈൻ ഫെമിനിന് എപ്പോഴും മാസ്കുലിനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ടുണ്ടാവും ജേണിയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് കാര്യങ്ങൾ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ചേസിങ്ങിനൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ സമയത്തും കുറേ കാലം 1-2 വർഷം ഫെമിനിൻ എനർജി എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എത്രത്തോളം പെയിൻഫുള്ളായിട്ടും എത്രത്തോളം പ്രയാസത്തോടു കൂടിയാണ് ഈ മാസ്കുലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ചിന്തകളൊന്നും മാസ്കുലിനെ തിരിച്ചില്ലേ. അതായത് എനിക്ക് അനുഭവമുണ്ട്, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കൂടി ഒരു പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒബ്സഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ഒട്ടും നല്ലതല്ല. കാരണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് ഇതേപോലെ DM ഉണ്ടോന്നല്ലേ. അപ്പൊ DM സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിൽ DM എന്നുള്ള ഒഴിവാക്കിയിട്ട് മാസ്കുലിൻ, അതായത് മെയിൽ എന്നുള്ള കൺസെപ്റ്റില് ഒന്ന് എടുത്തു നോക്കുക. മെയിൽസിന്റെ ഒരു പ്രത്യേകത, മൊത്തത്തിൽ മെയിൽസിന്റെ ഒരു പ്രത്യേകത, ആണുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാര്യങ്ങളെ മറച്ചു വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അവർ ഉള്ളിലുള്ള യാഥാർത്ഥ്യം ആയിരിക്കില്ല പുറത്ത്. അതേസമയം ഫീമെയിൽസിന്റെ ഒരു പ്രത്യേകത, ഉള്ളിലൊന്നും ഉണ്ടാവില്ല, ഒക്കെ പുറത്താണ്. അവരെ കാര്യം ഈ ലോകം മൊത്തം അവരെ പ്രശ്നങ്ങളായിരിക്കും ചെയ്യുക. മെയിൽസ് അത് മറച്ചു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇന്ന് നമ്മൾ നേരെ DM വന്നാൽ മതി. DM എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ ഒരു ഡിവൈൻ ഉണ്ടെന്നേ ഉള്ളൂ, അതേ സ്വഭാവം ഇവരും കീപ്പ് ചെയ്യും. സത്യത്തിൽ സെയിം ഫ്രീക്വൻസിയിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇവർ മറച്ചു പിടിക്കുന്നു. ഇവർ കണ്ട ഭാവം നടിക്കാതെ ഞാനൊന്നും അറിഞ്ഞില്ല രാമായണ എന്നുള്ള മട്ടിൽ അങ്ങനെ പോകും, നാരായണ എന്നുള്ള മട്ടിൽ പോകും. പക്ഷെ സത്യത്തിൽ രാമായണ തന്നെ രാമനാരായണ ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷെ സത്യത്തില് അവര് ഉള്ളിലൊരു പ്രക്ഷുബ്ധമായ കടല ഒരു പക്ഷേ DFനേക്കാൾ കൂടുതലുണ്ടാവും. അത് റിലേഷൻഷിപ്പിലൊക്കെ പറയാറുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തില് ആണുങ്ങൾ സൈലന്റ് ആണ്, എല്ലാം സഹിക്കും, പെണ്ണുങ്ങൾ ഒക്കെ പൊട്ടിത്തെറിക്കുന്നില്ല, ഗ്യാസ് കുറ്റി പോലെയാണ്. ആണുങ്ങൾ സഹിച്ചിരിക്കും. അപ്പൊ അത് DM ചെയ്യണം, അല്ലാതെ DMന് പ്രശ്നമില്ല എന്നല്ല അർത്ഥം. എല്ലാരും ചോദിക്കണ കാര്യങ്ങളാണ്. നമ്മളിവിടെ ഇത്രയും പെയിൻഫുൾ ആയി ഇരിക്കുമ്പോൾ DM എന്താണ്, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, എൻജോയ് ചെയ്യുന്നു, ഫ്രണ്ട്സിന്റെ ഒപ്പമാണ്, ചിരിച്ച് കളിച്ച് നിൽക്കുന്നു. അപ്പോ അവരുടെ ഉള്ളിൽ ഇല്ലേ എന്നുള്ളതാണ് എല്ലാവരുടെയും ഇതാണ് സംഭവം. അവര് മറച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ്. അതായത് കെടാൻ പോകുമ്പോൾ ഒരു ആളിക്കത്തലുണ്ടാവും, അതാണ് വിചാരിച്ചാൽ മതി. ആ ആളിക്കത്തല് ഒരു സമയം നമുക്ക് ഇടും. ഞാൻ അതിലൂടെ ഒക്കെ കടന്നു വന്ന ആളാണ്. അത് കെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DF എന്ത് ചെയ്യണം, ചേസിങ് നിർത്തണം. എന്താണ് ഓരോ സോളിന്റെ ഇവിടെ പർപ്പസ്? അവനവന്റെ സ്പിരിച്വൽ മിഷനിലേക്ക് വരികയാണ്. അവനവന്റെ സ്പിരിച്വൽ പ്രാക്ടീസസിലേക്കും സ്പിരിച്വൽ കോൺഷ്യസിലേക്കും ഡെവലപ്പ് ചെയ്യുക. അപ്പൊ DF എന്ത് ചെയ്താൽ മതി, DFന്റെ പണി എടുത്താൽ മതി. അപ്പൊ DMന്റെ പണിയിലേക്ക് എത്തിക്കോളും. ഇത് DM എന്തോ ചെയ്യണ്ടോ നോക്കി നടന്നാലും ഒരിക്കലും DM എത്തൂല. DF എല്ലാവർക്കും ഉള്ളതാണ്. DM വന്ന് അവേക്കനിങ് ആയോ, ഈ ചെടീനെ പിടിച്ച് പറക്കില്ലേ, മുളച്ചോ ഒരിക്കലും മുളയ്ക്കൂല. ഉറപ്പന്നല്ലേ, അത് പിന്നെ ഉണങ്ങി പോവല്ലേ ചെയ്യാ, ഉണങ്ങൂല ഇതില്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല സ്ട്രഗിൾ രണ്ടു കൂട്ടർ അനുഭവിക്കേണ്ടി വരും. ആർക്കാണോ ഇതിൽ രക്ഷപ്പെടാൻ താല്പര്യമുള്ളത് അവര് പണിയെടുക്കുക, അത്രേ ഉള്ളൂ. എന്ത് പണിയെടുക്കണം? സ്പിരിച്വൽ പ്രാക്ടീസസ്, അവരുടെ ഓൾഡ് ട്രോമാസുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നല്ലൊരു പ്രസന്റ് ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. സ്പിരിച്വൽ ടീച്ചിങ്സുകൾ ഫോളോ ചെയ്യുക, മാക്സിമം സ്പിരിച്വൽ വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്ന കർമ്മയോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുപാട് വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. അതൊക്കെ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ചെടി ആയിനോ നോക്കി നേരത്തെ പറഞ്ഞ പോലെ പറിച്ചു നോക്കേണ്ട ആവശ്യമില്ല, അതാകും. ഇത് റൂട്ട് വേറെയാണ്. ഇത് നമ്മൾ ഇന്നോളം പരിചയിച്ച റൂട്ടല്ല. ഇത് വഴിയിലേക്ക് കടന്ന് കുറച്ച് മുന്നോട്ട് പോയാലാണ് സത്യം മനസ്സിലാകുക. അത് ഞാൻ തുടച്ച കാലത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി പാസ് ചെയ്യൽ ചേസിങ്ങിലൊക്കെ പോയി പിന്നീട് കുറച്ച് ഗൈഡൻസുകൾ വീഡിയോകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം മനസ്സിലായി. ചേസിങ്ങിലേക്ക് പോയി എന്ന് പറഞ്ഞത് DF എനർജി സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ്, എപ്പോഴാണ് ചേസിങ്ങിലേക്ക് പോയത്? മുതലേ സത്യത്തിൽ ഒരു ചേസിങ് നടത്തും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ. ഈ ജേണി അറിഞ്ഞു കഴിഞ്ഞാൽ ചേസിങ് നടത്തും. ഇനിയിപ്പോ ജേണി അറിയാത്തവനും ഈ ജേണിയിലേക്കുള്ള ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് ഓനും ഉള്ളിലൊരു കൺസെപ്റ്റ് ഇതിനെ കുറിച്ച് ഉണ്ടാവും. അത് മറച്ചു വെക്കാൻ നോക്കും കഴിയില്ല. ശവം വരും, ഇടയ്ക്ക് DFനെ തെരഞ്ഞു വരുന്നോ മെസ്സേജ് അയക്കണോ ഒക്കെ അതിന്റെ ഭാഗമാണ്.
DM കാത്തിരിക്കണ പോലെ DF എന്ത് ചെയ്യുന്നുണ്ട്, DF കാത്തിരിക്കണ പോലെ DM അതിന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ഇടക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും, എനർജി എടുക്കാനൊക്കെ വരുന്ന കഥകളുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, DM ആണേലും DF ആണേലും പണിയെടുക്കണം. ഇത് പണി വേറെയാണ്. ഈ ജേണിയാണോ ആക്റ്റീവ് ആയെങ്കിൽ എന്നാൽ ഇത് കളി വേറെയാണെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടത് ചെയ്യാം. മാക്സിമം സ്പിരിച്വൽ ടീച്ചിങ്സും സ്പിരിച്വൽ പ്രാക്ടീസസിലും ഫോക്കസ് ചെയ്യുക. പ്രാക്ടീസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതാണ് എല്ലാവരും ചെയ്തു പോണ എന്താ വെച്ചാല്, നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യാതെ മറ്റൊന്ന് അല്ലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി റെഡിയായി വന്നോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചേസ് ചെയ്ത് പോയിട്ട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് ഒരു ഇതിലെത്തിയ കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ DM കോണ്ടാക്റ്റിൽ വന്ന അപ്പം നമ്മൾ ചേസിങ്ങിലേക്ക് തള്ളിവിടും. അപ്പൊ ഇതില് സത്യം പറഞ്ഞാൽ എമ്മും എഫും നിന്നും ഡിവൈൻ എമ്മും ഡിവൈൻ ഫീമെയിലും ഡിവൈൻ മെയിലും ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ദൈവികമായ കാഴ്ചപ്പാടുകൾക്ക് മുൻഗണന കൊടുക്കണം. അതിനെ മറച്ചു പിടിച്ചിട്ട് നമ്മൾ കാര്യമില്ല. അതിനെ മറിച്ച് പിടിച്ച് നമ്മളെപ്പോ 3Dയിലേക്ക് കളി കളിച്ചാൽ എൻജോയ്മെന്റിലേക്ക് പോകുന്ന അവിടെ നമ്മളെല്ലാം കൊളാപ്സ് ആവും. കൂടുതൽ സംഘർഷങ്ങൾ കൂടും. എന്തായാലും ഈ വഴിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പിന്നെ പലപ്പോഴും ഇപ്പോഴും കമന്റ്സിലൊക്കെ വരുന്നതാണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, കിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു മാസ്കുലിനുമായിട്ടുള്ളൊരു യൂണിയൻ എന്നതിലുപരി നമ്മുടെ സെൽഫ് ഗ്രോത്തിന് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഈ പ്രയാസമൊന്നും വരില്ല. കിട്ടിയത് പോകണമെന്നൊന്നും തോന്നില്ല. അവനവന്റെ ഉയർച്ച എന്തുകൊണ്ട് ഉയരുന്നില്ല, ഉയർച്ചയ്ക്ക് ശ്രമിച്ചുകൂടാ? അതിന് എന്തുകൊണ്ടാണ് ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം വേണ്ടത്, ഈ കാണുന്ന മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകം, ഫിസിക്കൽ വേൾഡ് ഒരു മായയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വിമാനാപകടം ഉണ്ടായി അഹമ്മദാബാദിൽ. 240 ആളുകൾക്ക് ഒന്നും ചെയ്യാനില്ല. ആ സെക്കൻഡുകൾക്കുള്ളിൽ തീർന്നു പോയി. വയനാട്ടിലൊരു ദുരന്തം നമ്മൾ അടുത്ത് കഴിഞ്ഞു പോയതാണ്. ഇപ്പം യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ ഒരു 500ഓളം കുട്ടികൾ സ്കൂളിൽ നേരിട്ടു. അപ്പോൾ ഈ ലോകം സത്യത്തിൽ മായയാണ്. അത് ഈ പാത്തിൽ വന്ന് നമ്മൾ സോളാണെന്നുള്ള സത്യത്തിലേക്ക് എത്തിക്കാനാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പൊ ഈ സോളാന്നുള്ള സത്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ലോകം മായാന്ന് മനസ്സിലാവും. നമ്മളുടെ അനശ്വരമാക്കാനുള്ള യാത്രയിലാണ് നമ്മൾ ഈ ജേണി. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. അത് നമ്മൾ നിലവിലെ സ്പിരിച്വൽ ടീച്ചിങ്സിലൂടെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ട് ഇതിനെ കാണുമ്പോഴുള്ള പ്രശ്നമാണ്. അതിലുപരി നമ്മൾ ചെയ്യേണ്ട മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഫോളോ ചെയ്യുക, ഗൈഡൻസുകൾ സ്വീകരിക്കുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കടന്നു പോകാം. അതായത് നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും എന്താണ് ചെയ്യുന്നത്, ഇപ്പം അധികം ആളുകളും ഏതെങ്കിലും ഒരാളുമായിട്ട് എൻജോയ് ചെയ്യുക, അങ്ങനെയാണല്ലോ. നമുക്കൊരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ നമുക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ആ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി വെച്ച്, മറ്റൊരാളുടെ എനർജി വെച്ച് നമ്മൾ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടിൻ ഫ്ലെയിം ജേണി കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ ടിൻ ഫ്ലെയിം അല്ലാതെ മറ്റൊരാളുമായിട്ടും അത്ര തന്നെ നമുക്ക് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായിരിക്കും, ഈ ടിൻ ഫ്ലെയിമിലോട്ട് കിട്ടൂല. അപ്പം നിർബന്ധിതരാവുകയാണ്, സ്വന്തം എനർജിയിൽ നിൽക്കാനായിട്ട് ഫോഴ്സ്ഫുള്ളി നിർബന്ധിതരാവുകയാണ് ഈ ജേണിയിലൂടെ കടന്നു പോകുന്നവർ. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ കൗണ്ടർ പാർട്ടിന് എനർജി നമ്മളിൽ തന്നെ ഫീൽ ചെയ്യുന്ന പറയുന്നത്. നമ്മൾ തന്നെയാണ് DF അപ്പൊ അത് പഠിപ്പിക്കാൻ വേണ്ടി. കാരണം സാധാരണ ഒരു ബന്ധമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രയാസങ്ങൾ തരുന്നുണ്ട്, അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോവാം, ഹീൽ ചെയ്ത് സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സൈക്കോളജി ആയാലും എന്തായാലും ഒരു ഹീലിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബന്ധത്തിലേക്ക് മൂവ് ഓൺ ആവാൻ പറ്റും. പക്ഷെ ഇവിടെ ടിൻ ഫ്ലെയിം ജേണി ആണെങ്കിൽ നമുക്ക് മറ്റൊരു ബന്ധം തിരഞ്ഞെടുത്ത് അതിലൂടെ സുഖമായിട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയായാലും പിന്നെ സ്വന്തം എനർജിയിൽ, സ്വന്തം DF എനർജിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതന്നെ, സ്വന്തം ബാലൻസ് ചെയ്യുന്നിടത്ത് എത്തും. അതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുക. പിന്നെ സ്പിരിച്വൽ ഇതിലൊരു യൂണിയൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതാണ് ഇപ്പോൾ നമ്മൾ നോർമലി ആലോചിക്കുക. എല്ലാം നടക്കണമെങ്കിൽ നമ്മളുടെ പർപ്പസും മിഷനൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതിനാണ് ഇത് ആരംഭിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വന്ന ഒരാൾ, ഞാൻ മറ്റേ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ മെറ്റീരിയൽ വേൾഡിൽ അല്ലെങ്കിൽ ആളുകൾ 3Dയിലൂടെ കാണാൻ ജീവിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കീഴടങ്ങേണ്ടി വരും. ബുദ്ധിയുള്ള ആൾ ചെയ്യുന്നതാണ്, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരത്തിലേക്ക് പ്രോബ്ലത്തിന് മുമ്പ് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ടെക്നോളജിയിലൊക്കെ പഠിപ്പിക്കുന്നത് ഈ പ്രോബ്ലം അല്ലാതെ ഉണ്ടായത് സൊല്യൂഷനാണ്. ഈ പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടാൽ സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ നോക്കണം.
ആ സൊല്യൂഷൻ, അൾട്ടിമേറ്റ് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക. സ്പിരിച്വാലിറ്റി കൈവിടാതെ മുന്നോട്ട് പോവാം. നമ്മൾ പിന്നെ ഏത് വേറെ ഒരു കൺസെപ്റ്റ് ഇതിലാ ഉണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ പുതിയ തലമുറ അത്രത്തോളം കോൺഷ്യസ് അല്ല. പൊതുവെ ആളുകൾക്ക് അതൊരു റിലീജിയസ് ആണോ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടലാണോ അങ്ങനെ ഉണ്ടാവും. അങ്ങനല്ല. ലൈഫിൽ എന്ത് ചെയ്യുന്നോ, ഇപ്പോൾ ഞാനും നിങ്ങളും നടത്തുന്ന ഈ ഡിസ്കഷൻ പോലെ ഒരു സ്പിരിച്വൽ പർപ്പസാണ്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നു, നമ്മളൊരു മരം നടുന്നു, ചെടി നടുന്നു, ആളുകളെ സഹായിക്കുന്നു, നമ്മളെ ജോലി വൃത്തി ചെയ്യുന്നു, എല്ലാം സ്പിരിച്വൽ പർപ്പസ് തന്നെയാണ്. അല്ല ഇന്നത് സ്പിരിച്വൽ പർപ്പസും ഇന്നത് സ്പിരിച്വൽ പർപ്പസ് എല്ലാന്നുമില്ല. എല്ലാം എന്താണ്, ഈ സ്പിരിച്വാലിറ്റിന്റെ ഭാഗം തന്നെയാണ്. ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതായത് പ്രസന്റ് ലൈഫിൽ ജീവിക്കുക, അതാണ് സ്പിരിച്വാലിറ്റി. അല്ല പിന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒരു ഗുഡ് പേഴ്സൺ, ബാക്കിയുള്ളവർക്ക് ചൊറിയാതെ സത്യത്തിൽ ഈ ജേണിയിലേക്ക് കടന്ന ആളുകൾക്ക് ഏറ്റവും നല്ല പറ്റിയ പണി ലോ ഓഫ് മേഴ്സി പ്രാക്ടീസ് ചെയ്യണം. കരുണയായിരിക്കണം എല്ലാവരോടും, സഹാനുഭൂതി മാക്സിമം കീപ്പ് ചെയ്യണത് നല്ലതാണ്. പിന്നെ ലോ ഓഫ് ഫോർഗീവ്നെസ് ഉപയോഗിച്ച് കഴിഞ്ഞ കാലത്തുള്ള എല്ലാത്തിനെയും ഫോർഗീവ് ചെയ്ത് വിടുക. ഇനി തർക്കങ്ങളിലേക്ക് പോകാൻ നമ്മൾ ഡിവൈൻ സെലക്ട് ചെയ്ത മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടാൻ തയ്യാറാവുക. അതെ, എല്ലാവരും ഇപ്പം നാളെ എന്താവും, അവര് വരുമോ ഇവര് വരുമോ, എന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാണ്. ചെയ്യേണ്ട കാര്യം അതാണ്. ഇന്ന് ചെയ്യേണ്ട ഇന്ന് ചെയ്തു പോവുക. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, ടുഡേ ഈസ് വിക്ടറി എന്നാണ്. ഇന്നാണ് വിക്ടറി. അപ്പൊ എന്തായാലും ചെയ്യണ്ടേ, ഇന്ന് ചെയ്യണ്ടേ ചെയ്താൽ നടക്കണ്ടേ നടക്കും എന്നാണ് അതിൽ എഴുതി വെച്ച് പഠിക്കണ്ടേ. റൂമിലോ ബാതിലോ എവിടെയെങ്കിലും വലുതാക്കി എഴുതിക്കുക. ചെയ്യേണ്ടത് ചെയ്താൽ നടക്കണ്ടേ നടക്കൂ. എന്താ ഉദ്ദേശിച്ചേ, ഇന്ന് ചെയ്യണ്ടേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക, നടക്കണ്ടേ നാളെ നടക്കൂ. അല്ല നാളെ എന്താന്ന് വെച്ചാൽ ഇന്നേക്ക് എന്താണോ ചെയ്യണത് അതാ നാളെ നടക്കാൻ പോണേ. ഇന്ന് ഒന്നും ചെയ്തില്ല എന്നാലും നാളെ നടക്കണ്ടേ, ഇന്ന് ചെയ്യാത്തതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും, ഇന്നലകൾ ചെയ്തു അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇന്ന് ചെയ്യേണ്ടത് എന്താണ് അത് ചെയ്തുകൊണ്ടിരിക്കുക. ആജ് കൽസെ ആജിസെ, ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്ത് വിക്ടറി ആയി മാറാം. ടുഡേസ് വിക്ടറി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് DM-ൽ നിന്നും അറിയേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസൊക്കെ കമൻറ്റിലൂടെ അറിയിക്കൂ. നമുക്ക് പിന്നെ ആ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ DM DF ഗ്രൂപ്പ് കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടാം. താങ്ക് യു.